രമേശ് ശിവരാമൻ വാർത്താമഴയിലേക്ക് വിശദമായി. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുട്ടുമടക്കി KSEB. തിരുവമ്പാടി ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ അല്പസമയത്തിനകം പുനഃസ്ഥാപിക്കും. കുടുംബവുമായി താമരശ്ശേരി തഹസിൽദാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വീട്ടുടമ റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ KSEB ജീവനക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് ആദ്യം. തിരുവമ്പാടി KSEB ഓഫീസിലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള കണക്ഷനാണ് KSEB വിച്ഛേദിച്ചത്. പ്രതികാര നടപടിയാണെന്നും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്നും വിമർശനമുയർന്നതോടെ ഉപാധിയുമായി KSEB രംഗത്തെത്തി. ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ചതിന് നേരത്തെയും ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമമുണ്ടായിട്ടുണ്ടെന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്നുമായിരുന്നു നിലപാട്. ജീവനക്കാർക്ക് ഭീഷണിയില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും 24 പറഞ്ഞു. KSEB അവർ ജീവൻ പണയം വെച്ചിട്ട് പോകുമോ? ഇല്ല, ജീവനക്കാർക്ക് അവർക്കൊരു സംരക്ഷണം കൊണ്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നാളെ പോയാൽ ഞങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടിലെത്തി കുടുംബവുമായി ചർച്ച നടത്തി. എന്നാൽ KSEB ആവശ്യം കുടുംബം തള്ളി. നീണ്ട ചർച്ചകൾക്കൊടുവിൽ വൈദ്യുതി ഉടൻ പുനഃസ്ഥാപിക്കാൻ താമരശ്ശേരി തഹസിൽദാർ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഏറ്റവും ഒടുവിൽ കളക്ടറുമായി സംസാരിച്ചു. എന്താണ് അവസാനത്തെ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യവാങ്മൂലത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ KSEBക്ക് ഡയറക്ഷൻ ഇപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. സത്യം അത് ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടുടമ റസാഖിന്റെ ഭാര്യ മറിയം നൽകിയ പരാതിയിൽ KSEB ജീവനക്കാരായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. ഇപ്പോൾ സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. അജ്മലിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു KSEB. സമീർ C. മുഹമ്മദ് ആ വീട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, അങ്ങനെ ചർച്ച നടക്കുന്നു. ഒടുവിൽ ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണല്ലോ. കണക്ഷൻ എന്തൊക്കെയാണ് വിവരങ്ങൾ? സമീർ C. മുഹമ്മദ് അല്പസമയത്തിനകം വിശദാംശങ്ങൾ നൽകും. KSEB ഇപ്പോൾ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നു. നേരത്തെ തഹസിൽദാർ എത്തി ചർച്ചകൾ നടത്തിയിരുന്നു. സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണമെന്നുള്ള KSEBയുടെ നിർദ്ദേശമടക്കമുണ്ടായിരുന്നു. പക്ഷേ അതിനോട് അനുകൂലമായ രീതിയിലല്ല കുടുംബം പ്രതികരിച്ചത്. അങ്ങനെ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകാൻ കഴിയില്ല എന്ന നിലപാട് കുടുംബം സ്വീകരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. KSEBയുടെ തീരുമാനം വലിയ വിവാദങ്ങൾക്ക് ഇട നൽകിയിരുന്നു. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഒടുവിൽ KSEB വഴങ്ങിയിരിക്കുന്നു, വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇതാ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. റസാഖിന്റെ വീട് വീണ്ടും ബൾബുകൾ തെളിഞ്ഞിരിക്കുകയാണ്. നീണ്ടുനിന്ന മണിക്കൂറുകൾ, വലിയ അനിശ്ചിതത്വം, വലിയ പ്രതിഷേധം, അതിനെല്ലാം തന്നെ ഇപ്പോൾ അറുതിയായിരിക്കുകയാണ്. ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി തഹസിൽദാർ ഏറെ നേരം, അതായത് 2 മണിക്കൂറോളം കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾ ഒന്നും തന്നെ അവരെ മുന്നോട്ട് വെച്ച ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാനാകില്ല എന്നുള്ള കാര്യം കൃത്യമായി കുടുംബം പറഞ്ഞു. അതിനൊടുവിൽ പിന്നീട് ചർച്ചകൾ അവസാനിപ്പിക്കുകയും അതിനൊടുവിൽ പിന്നീട് കലക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തു. ആ കലക്ടറുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലും ഏറ്റവും ഒടുവിലാണ് ഒരു ഉപാധിയും ഇല്ലാതെ തന്നെ ഈ കുടുംബത്തിന് വൈദ്യുതി നൽകണം എന്നുള്ള കാര്യം കലക്ടർ ഉറപ്പ് നൽകിയത്. അതിനൊടുവിൽ ആ തഹസിൽദാർ മടങ്ങിയിട്ട് 2 മണിക്കൂറോളം നീളുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിൽ വൈദ്യുതി എത്തിയിരിക്കുന്നത്. വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ വീട്ടുകാരുള്ളത്, ഒപ്പം തന്നെ നാട്ടുകാരുള്ളത്. നമുക്കിപ്പം റസാഖിന്റെ ബന്ധു കൂടി ചേരുന്നുണ്ട്. ഏതായാലും നീണ്ടുനിന്ന അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു, വൈദ്യുതി എത്തിയിരിക്കുന്നു. ഇത് മെയിനായിട്ട് സമരത്തിന്റെ വിജയവും കാര്യങ്ങളുമാണ് ഇതിൽ മെയിനായിട്ട്. പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും നല്ലൊരു പാഠമാണിത്. ഇപ്പോൾ മരുന്ന് ഉൾപ്പെടെ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി വെക്കേണ്ട ഒരു സാഹചര്യം റസാഖിനുണ്ടായിരുന്നു. അതെ, മരുന്നൊക്കെ വേറെ അടുത്തുള്ള വീട്ടിൽ വെള്ളം ഒക്കെ എല്ലാം ബുദ്ധിമുട്ട്. ഇനിയിപ്പോ പുറത്തുനിന്ന് ഉള്ളിക്ക് കൊണ്ടുവന്ന് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് വരുന്നത്. അതിന്റെ ഫുള്ള് പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും സമരം ഭയങ്കര വിജയം തന്നെയാണ്. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങള് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ ബാക്കിയുള്ളത് ഇത് പ്രവർത്തകരും
ഈ സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉന്മേഷ്, എന്തായാലും ആ ആശങ്കയെല്ലാം തന്നെ അകന്നിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഫലം കണ്ടിരിക്കുന്നു. ഒരു ഉപാധിയുമില്ലാതെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. സാധാരണ പോലെ ഒരു ഫ്യൂസ് ഊരുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. അവർ ചെയ്തിരുന്നത് KCB സർവീസ് ലൈൻ തന്നെ മുറിച്ച് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യം 4-ാം തീയതി 2:30 കൂടെ മുറിക്കുന്നു, പിന്നീട് പണം അടക്കുന്നു. പണം അടച്ച ശേഷം പിന്നീട് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് KCB ചെയർമാൻ ഒരു വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി സെക്ഷനിലുള്ള ജീവനക്കാരെത്തിക്കൊണ്ട് ലൈൻമാൻ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഈ ബന്ധം കട്ട് ചെയ്യുകയും ചെയ്തത്, വൈദ്യുതി ബന്ധം കട്ട് ചെയ്യുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു ഉപാധിയുമില്ലാതെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. KCB ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നിയമ നടപടി തുടരും എന്ന് കുടുംബവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ സമീർ, ഇപ്പോൾ ഈ അജ്മലിന്റെ മാതാവിന്റെ ഒരു പരാതി ഉണ്ടല്ലോ, അതിൽ 2 KSEB ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ സമീർ. ഉന്മേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അജ്മലിന്റെ മാതാവ് മറിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. തിരുവനമ്പാടി CIക്ക് മുമ്പാകെയാണ് പരാതി നൽകിയത്. ഇന്ന് ഉച്ചയോടുകൂടെ മറിയം അവിടെ എത്തിക്കൊണ്ട് വിശദമായ മൊഴി നൽകുകയും ചെയ്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 KSEB ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പ്രശാന്ത് അതുപോലെ തന്നെ അനന്തു, ഈ 2 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ ഇവർക്ക് നോട്ടീസ് നൽകുമെന്നാണ് SHO വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകും എന്ന കാര്യം കൂടി കുടുംബവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മക്കളായിട്ടുള്ള അജ്മലും ഷഹദാദും തെറ്റ് ചെയ്തതിന് രക്ഷിതാക്കളായിട്ടുള്ള റസാഖിനെയും അതുപോലെ തന്നെ മറിയമ്മിനെയും ക്രൂരമായി ശിക്ഷിച്ചു എന്ന ഒരു കാര്യം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഹൃദ്രോഗിയാണ് റസാഖ്, ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. ഇന്നലെ പ്രതിഷേധത്തിനിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. പിന്നീടും ആ സിറ്റ് ഔട്ടിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് അകത്ത് കയറാൻ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ ഫാനോ മറ്റ് AC ഒന്നും ഇല്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ രോഗിയായ വ്യക്തി ആ സിറ്റ് ഔട്ടിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ മരുന്നുകൾ ശീതീകരിച്ച് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. ആ മരുന്നുകളൊക്കെ അയൽവാസികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അത്രമേൽ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ആ വിഷയം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ഈ വിഷയത്തിൽ ഒരു വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവമ്പാടി KCB സെക്ഷൻ ഓഫീസർക്കാണ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നീണ്ടുനിന്ന അനിശ്ചിതത്വം, നീണ്ടുനിന്ന പ്രതിഷേധം, ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഫലം കണ്ടിരിക്കുന്നു. ഒരു ഉപാധിയുമില്ലാതെ, അതായത് ഈ കുടുംബത്തിന് KCB ചെയർമാൻ മുന്നോട്ട് വെച്ച, മന്ത്രി മുന്നോട്ട് വെച്ച ആ ഒരു ഉപാധി അല്ലെങ്കിൽ ആ ഒരു സത്യവാങ്മൂലത്തിൽ ഒരു വിധത്തിലും ഒപ്പിടാതെ തന്നെ ഇപ്പോൾ ഈ കുടുംബത്തിലെ വൈദ്യുതി എത്തിയിരിക്കുന്നു. വലിയ ഒരു ആഘോഷത്തിലാണ് ഈ നാടുള്ളത്, ഈ കുടുംബമുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഉന്മേഷ്. സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം KSEB ഓഫീസ് ആക്രമിച്ച കേസിൽ അജ്മൽ ഉൾപ്പെടെ ഇപ്പോൾ തടവിലാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവ നേതാവ് കോഴ വാങ്ങിയെന്ന് പരാതി. കോഴിക്കോടുള്ള ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ആരോപണം. മന്ത്രി PA മുഹമ്മദ് റിയാസ് വഴി കാര്യം നടത്താമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പിനിരയായത് CPIMുമായി ബന്ധമുള്ള ഡോക്ടറാണെന്നാണ് സൂചന. CPIMന്റെ ക്വാട്ടയിലുള്ള PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് ഏരിയ കമ്മിറ്റി അംഗം പണം തട്ടിയെന്നാണ് പരാതി. യുവനേതാവ് 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ആരോപണം. മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. PSC അംഗങ്ങളെ CPIM തീരുമാനിച്ചപ്പോൾ പണം നൽകിയ ആളുടെ പേര് പട്ടികയിലുണ്ടായില്ല. ഇതോടെ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രശ്നപരിഹാരത്തിനും ശ്രമമുണ്ടായി. ഇതിലും തീരുമാനമാകാത്തതിനെ തുടർന്നാണ് പാർട്ടിക്ക് പരാതി നൽകാൻ പണം കൊടുത്തയാൾ തീരുമാനിച്ചത്. സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അറിയില്ല. മറുപടി പറയാൻ മന്ത്രി ബാധ്യസ്ഥനെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ ഈ വിഷയത്തിനകത്ത് വ്യക്തത വരുത്തണം. തുടർച്ചയായി ശ്രീ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതിനെപ്പറ്റി മന്ത്രി തന്നെ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. വിഷയത്തിൽ CPIM പ്രാഥമിക പരിശോധന നടത്തിയതായാണ് സൂചന. 24 തിരുവനന്തപുരം.
കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോച്ചിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. കോച്ച് മനു പീഡനക്കേസിൽ പ്രതിയായ സാഹചര്യം KCA വിശദീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പരിശീലനത്തിന് എത്തിയ പെൺകുട്ടികളെ മനു പീഡിപ്പിച്ചെന്നും നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ചെന്ന വാർത്ത പുറത്തായത്. പിന്നാലെ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കോച്ച് പീഡനക്കേസിൽ പ്രതിയായ സാഹചര്യം KCA വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തിന് KCAയും ഉത്തരവാദിയാണ്. പ്രതീക്ഷയോടെ ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന കുട്ടികളെയാണ് കോച്ച് പീഡിപ്പിക്കുന്നത്. ഇരയായ കുട്ടികളും രക്ഷിതാക്കളും മാനസിക സമ്മർദ്ദത്തിലാണ്. എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലെന്ന KCAയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ മനു പകർത്തിയെന്നും ആരോപണമുണ്ട്. പോക്സോ കേസിൽ പ്രതിയായ മനു റിമാൻഡിലാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. പൂത്തുറ സ്വദേശി ലിജുവിന്റെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരും വഴിയാണ് അപകടമുണ്ടായത്. സലീം മാലിക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പൂത്തുറ സ്വദേശിയായ ലിജുവിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. വേളാങ്കണ്ണി എന്ന പേരുള്ള വള്ളമാണ്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ മടങ്ങി വരും വഴി അപകടത്തിൽപ്പെട്ടത്. അല്പസമയം മുൻപ്, അതായത് ഏകദേശം 8 മണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ വള്ളം മറിഞ്ഞ് 3 പേർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. 3 പേരായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ഇവരെ അവിടെയുള്ള മറ്റ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയും ഉടൻ തന്നെ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ ആശങ്കകളില്ല, വലിയ പരിക്കുകൾ ഇവർക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും ഈ മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും അവിടെ കോൺഗ്രസിൻ്റേതുൾപ്പെടെയുള്ള പ്രതിഷേധം, രാപ്പകൽ സമരം ഉൾപ്പെടെ നടന്നാണ്. വലിയ പ്രതിഷേധം അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ അടിയന്തരമായി എന്ത് പരിഹാരം തേടാൻ കഴിയുമെന്നുള്ള വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായതുമാണ്. ദിവസങ്ങൾ ആകുന്നതേ ഉള്ളൂ നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയായതും. മന്ത്രി ആ വിഷയത്തിൽ മറുപടി പറയുകയും ചെയ്തത്. എന്തായാലും അപ്പോഴും ഈ അപകടങ്ങൾക്ക് കുറവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മെ പേടിപ്പെടുത്തുന്ന കാര്യം. അതിൽ ഏറ്റവും ഒടുവിലാണ് ഓരോ ദിവസവും ഈ മുതലപ്പൊഴിക്കാർക്ക് ഈ അപകടം ഒരു പുതുമയല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. നിരവധി ജീവനുകൾ ഉൾപ്പെടെ അവിടെ ആ സ്ഥലത്ത് ഈ അപകടം നടക്കുന്ന ആ സ്ഥലത്ത് പൊലിയുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ആശ്വസിക്കാൻ വകയുള്ളത് ഇത്തവണ ഈ വള്ളം മറിഞ്ഞെങ്കിൽ പോലും 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഉന്മേഷ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴയിലാണ് വള്ളം പറഞ്ഞത്. 3 പേരുണ്ടായിരുന്നു. 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് പനി പടരുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം ഉയരും എന്നാണ് മുന്നറിയിപ്പ്. മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനവും രൂക്ഷമാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കിയതോടെ ഇന്നലെ മാത്രം 11,050 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 159 പേർക്ക് ഡെങ്കിയും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. 42 H1N1 കേസുകളും 32 മഞ്ഞപ്പിത്ത കേസുകളും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് H1N1, എറണാകുളത്ത് ഡെങ്കിയും മലപ്പുറത്ത് പകർച്ചപ്പനിയും വ്യാപകം. കുസാറ്റിലെ ഫിസിക്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥിക്ക് H1N1 രോഗബാധ സ്ഥിരീകരിച്ചു. H1N1 രോഗികളിൽ 24 പേരും തിരുവനന്തപുരത്താണ്. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 1000-ന് മുകളിലാണ് പനിബാധിതരുടെ എണ്ണം. ഡെങ്കിപ്പനി എറണാകുളം 86, തിരുവനന്തപുരം 18, കൊല്ലം 16 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഈ മാസം ഇതുവരെ 1,00,000-ലേറെ പേർക്കാണ് വൈറൽ പനി ബാധിച്ചത്. 5 ദിവസത്തിന് ശേഷമായിരുന്നു പനിബാധിതരുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടത്. 3 ദിവസത്തിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. 24 തിരുവനന്തപുരം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന്റെ ദാരുണാന്ത്യം. ഇടക്കളങ്ങര വൈപ്പിൽ വടക്കേതിൽ അബ്ദുൽ സലാമാണ് മരിച്ചത്. വീടിന് സമീപത്തെ ചതുപ്പിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ അബ്ദുൽ സലാമിനെ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. അബ്ദുൽ സലാമിന്റെ കാലിൽ വൈദ്യുതി കമ്പി ചുറ്റിയ നിലയിലായിരുന്നു. തൃശൂരിൽ മതിലിടിഞ്ഞ് 7 വയസ്സുകാരി മരിച്ചു. വെങ്കിടങ്ങ് തൊട്ടിപ്പറമ്പിൽ കാർത്തികേയൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. പഴക്കമേറിയ മതിലിന് സമീപം കുട്ടി കളിച്ചുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. 5 ദിവസം മഴ തുടരാനാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. എറണാകുളം പച്ചാളത്ത് റെയിൽവേ ട്രാക്കിൽ മരം കടപുഴകി വീണു. 2.5 മണിക്കൂറിലേറെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റുന്നതിനിടെ പോലീസുകാരന് പരിക്കേറ്റു. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തെ റോഡിലേക്ക് മരം മറിഞ്ഞു വീണു.
റെയിൽവേ വൈദ്യുതി ലൈനിലേക്കാണ് മരം കടപുഴകി വീണത്. ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായെന്ന് നാട്ടുകാർ. ഞാൻ കിടക്കണായിരുന്നു, അപ്പൊ ഇവര് മിറ്റമൊക്കെ ക്ലീൻ ആക്കണായിരുന്നു. അപ്പോഴാണ് ഇവിടെ പെട്ടെന്ന് കത്തണ കണ്ടത്. കത്തണ കണ്ടപ്പോൾ തന്നെ ഇവർ പേടിച്ച് എല്ലാവരെയും വിളിച്ച് യാത്രക്കാരെ അവരൊക്കെ ആരെങ്കിലും റെയിൽ ക്രോസ് ചെയ്യും, ഷോക്ക് അടിക്കുമെന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വരല്ലേ എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിരുന്നു. 13 വയസ്സുകാരൻ അശ്വിന്റെ സമയോചിത ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത്. ഇങ്ങനെ പൊട്ടിത്തെറിയായിരുന്നു. ഈ തീ പിടിച്ചപ്പോ ആദ്യം ഇവിടുന്ന് കത്തനായിരുന്നു. എന്നിട്ട് തീ ഇട്ടിട്ട് ഈ ലൈൻ മൊത്തം ഇങ്ങനെ പൊട്ടിത്തെറിയായിരുന്നു അങ്ങോട്ട് അറ്റം വരെ. മരത്തിൽ നിന്ന് തീ ഉണ്ടായി, മറ്റേ ഈ ലൈനിൽ നിന്ന് തീ പടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ഉള്ളതുകൊണ്ട് ഇതായി. പോലീസ് ആദ്യം ഫയർഫോഴ്സ് വന്നു, എന്നിട്ടാണ് റെയിൽവേക്കാർക്ക് വന്നത്. 200 മീറ്ററോളം ദൂരം വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് മരം മുറിച്ചുമാറ്റി. ഇതിനിടെ പോലീസുകാരന്റെ തലയ്ക്ക് പരുക്കേറ്റു. വേണാട് മംഗള വന്ദേഭാരത് ട്രെയിനുകൾ 2.5 മണിക്കൂർ പിടിച്ചിടേണ്ടി വന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രാക്കിന് സമീപത്തെ മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപം റോഡിലേക്ക് മരം മറിഞ്ഞ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 24 കൊച്ചി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് സ്വാഗതം ചെയ്ത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്നത് പ്രശ്നപരിഹാരം വേഗത്തിലാക്കാൻ ഉപകരിക്കുമെന്ന് WCC പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച സമിതിക്ക് വേണ്ടി 1 കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടത്. നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവിനെ പ്രതീക്ഷയോടെ കാണുന്നതായി WCC പ്രസ്താവന. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന വാദം പരിഹാസ്യമാണ്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് പരിഹാര നടപടികൾക്കും പുരോഗമനപരമായ മാറ്റങ്ങൾക്കും ഉപകരിക്കും. തുറന്നുപറച്ചിൽ നടത്തിയവരെ സംരക്ഷിച്ചുകൊണ്ട് വേണം വിവരങ്ങൾ പുറത്തുവിടാനെന്നും WCC നിലപാട് വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച സമിതിക്ക് വേണ്ടി 1 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. 2018 ഏപ്രിൽ മുതൽ 2020 മാർച്ച് വരെയാണ് ഇത്രയും തുക ചെലവഴിച്ചതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 4 വർഷമായിട്ടും റിപ്പോർട്ട് പുറത്തുവിടാനോ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനോ കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് ചെലവ് കണക്ക് പുറത്തുവന്നത്. 24 കൊച്ചി. മലപ്പുറം എടപ്പാളിൽ കരാർ തൊഴിലാളികളെ മർദ്ദിച്ചെന്ന കേസിൽ 5 CITU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ദുർബല വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചങ്ങരക്കുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. 30 പേർക്കെതിരെയാണ് ആരോപണം. ഇതിൽ 10 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എടപ്പാൾ സ്വദേശികളായ സതീശൻ, അബീഷ്, ചന്ദ്രൻ എന്ന രാമകൃഷ്ണൻ, അയലക്കാട് സ്വദേശി ഷാക്കീർ, ഉദിനിക്കര സ്വദേശി രാജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വ്യാഴാഴ്ച രാത്രിയാണ് ചുമട്ടുതൊഴിലാളികൾ ഇല്ലാത്ത സമയത്ത് കടയുടമ ജീവനക്കാരെ കൊണ്ട് ലോഡ് ഇറക്കിച്ചത്. ഇത് കണ്ടെത്തിയ CITU പ്രവർത്തകർ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഭയന്നോടി കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ പത്തനംതിട്ട സ്വദേശി ഫയാസ് നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 മലപ്പുറം. തിരുവനന്തപുരം പാളയം LMS പള്ളി കോമ്പൗണ്ടിൽ ബിഷപ്പിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CSA സഭയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം. ED ക്രൈംബ്രാഞ്ച് കേസുകളിൽ ഉൾപ്പെട്ട മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ തിരുത്തണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെട്ടത്. LMS കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ബിഷപ്പിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക. ED ക്രൈംബ്രാഞ്ച് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കുക. CSI സഭയിലെ ക്രമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ അവസാനിപ്പിക്കുക. ധർമ്മരാജ് റസാലം, ബെന്നറ്റ് എബ്രഹാം, TT പ്രവീൺ എന്നിവരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ മാർച്ചിന്റെ ഭാഗമായി. സെക്രട്ടേറിയറ്റിൽ നിന്ന് പുത്തരിക്കണ്ടത്തേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പിന്നാലെ വാക്കുതർക്കം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സഭാപ്രതിനിധികളുമായി അനുനയ ചർച്ചയ്ക്ക് ശേഷം മാർച്ചിന് അനുമതി. MG റോഡ് വഴിയുള്ള ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചാണ് മാർച്ചിന് അനുമതി നൽകിയത്.
പ്രതിഷേധക്കാർ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രാർത്ഥനാ സംഗമം നടത്തി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് കമ്മീഷണറോ ജില്ലാ കളക്ടറോ തീരുമാനമെടുക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഒരു വിഭാഗം വിശ്വാസികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് പുറമെ സഭാതർക്കവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. സലിം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമെന്ന വാർത്ത വരുന്നു. 5 പേർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ബൈക്കിലെത്തിയ 10 പേർ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. സലിം മാലിക്കാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജമ്മു കാശ്മീരിലെ കുൽഗാമിലെ സൈനിക നടപടി അവസാനിപ്പിച്ചു. ഏറ്റുമുട്ടലിൽ 6 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. 24 മണിക്കൂറിന് ശേഷമാണ് സുരക്ഷാസേന സൈനിക നടപടി അവസാനിപ്പിച്ചത്. ദക്ഷിണ കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ മോഡേർഗാം, ചീനിഗാം മേഖലകളിൽ ഇന്നലെ ഭീകരവിരുദ്ധ നടപടിക്കിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. സുരക്ഷാസേന നടത്തിയ പ്രത്യാക്രമണത്തിൽ 2 ഇടങ്ങളിലുമായി 6 ഭീകരവാദികളെ വധിച്ചു. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരവാദികളാണ് കൊല്ലപ്പെട്ട ഭീകരർ. കുൽഗാമിലെ മോഡർഗാമിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചത്. സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം ജനവാസ മേഖലയിലേക്ക് കടന്നപ്പോൾ ഒളിച്ചിരുന്ന ഭീകരവാദികൾ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മോഡർഗാമിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ചീനിഗാം മേഖലയിലും സമാനമായാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഇവിടെയും ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. രജൌലിയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. മറുവശത്ത് പാങ്കോങ് തടാക മേഖലയിൽ ചൈന വൻ ആയുധ ശേഖരണം നടത്തിയതിന് തെളിവ് ഇന്ത്യക്ക് ലഭിച്ചു. ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചാണ് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. 2021-22 കാലയളവിലാണ് ബങ്കറുകൾ നിർമ്മിച്ചതെന്നാണ് വിവരം. അമേരിക്കൻ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇന്ത്യക്ക് ലഭ്യമാക്കിയത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ചേർത്തലയിൽ പട്ടാപ്പകൽ ദളിത് യുവതിക്ക് നേരെ ആക്രമണം. തൈക്കാട്ടുശ്ശേരി സ്വദേശി നിലാവിനാണ് മർദ്ദനമേറ്റത്. CPIM പ്രവർത്തകനായ പൂച്ചാക്കൽ സ്വദേശി ഷൈജുവും സഹോദരനും ആക്രമിച്ചുവെന്നാണ് യുവതി പറയുന്നത്. കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അവിടെ നിന്ന് അവരെ ആട്ടി ഇറക്കി വിട്ടു. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നോക്കിക്കോളാം, രസീത് അയച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് അതെൻ്റെ അനിയന്മാരെ തല്ലിയതിൻ്റെ പേരിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തിട്ടാണ്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുറേ തെറിയും പറഞ്ഞ് നിങ്ങളെ തല്ലു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത്. മനീഷ് മെഹ്വാലുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഉയരുന്ന പരാതി? മനീഷ്, ഉന്മേഷ്, ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ 11 മണിയോടെ ചേർത്തല തൈക്കാട്ടുശ്ശേരി റോഡിലാണ്. ഈ സംഭവത്തിന് ആസ്പദമായിട്ട് ഇവർ പറയുന്ന സംഭവം ഇന്നലെ രാത്രിയോടുകൂടിയാണ്. രാത്രി 7 മണിക്ക് ഈ ഷൈജു എന്ന് പറയുന്ന ആളെ ആക്രമിച്ചു. ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി നിലാവ് എന്നാണ് പെൺകുട്ടി പേര്. 19 വയസ്സാണ്, ദളിത് യുവതിയാണ്. ആ പെൺകുട്ടിയുടെ സഹോദരങ്ങൾ ഷൈജു എന്ന ഒരാളെ വിളിച്ചു, അയാളുടെ മക്കളെ വിളിച്ചു. മക്കളെ ഫോൺ വിളിച്ച സമയത്ത് ഷൈജു ഈ നിലാവിന്റെ സഹോദരങ്ങളോട് മോശമായി സംസാരിച്ചു. ഇതിന്റെ പേരിൽ നിലാവിന്റെ, അതായത് ഇപ്പോൾ മർദ്ദനത്തിന് ഇരയായ ഈ പെൺകുട്ടിയുടെ സഹോദരങ്ങളും മർദ്ദിക്കുന്ന ആളായിട്ടുള്ള ഷൈജുവും തമ്മിൽ ഇന്നലെ രാത്രി ചില വാക്കുതർക്കമുണ്ടായി. ഇതിന്റെ പേരിൽ ഇന്ന് രാവിലെ പൂച്ചാക്കൽ സ്റ്റേഷനിൽ 2 കൂട്ടരും പരാതി കൊടുത്തു. ഈ ഷൈജുവും പരാതി കൊടുത്തു, ഒപ്പം തന്നെ നിലാവും പരാതി കൊടുത്തു. നിലാവിന്റെ സഹോദരങ്ങളും ചേർന്ന് പരാതി കൊടുത്തു. 2 കൂട്ടരും തങ്ങളെ ആക്രമിക്കപ്പെട്ട രീതിയിലുള്ള പരാതിയാണ് 2 കൂട്ടരും കൊടുത്തത്. ഈ ഷൈജുവിന് അവിടെ CPIMന്റെ സജീവ പ്രവർത്തകനാണെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഷൈജുവിന് CPIMന്റെ സ്വാധീനം ഉണ്ടെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. പിന്നീട് ഈ പരാതി കൊടുത്ത ശേഷം ഈ നിലാവിന്റെ 2 സഹോദരങ്ങൾ, അവർക്ക് 18ഉം 16 വയസ്സാണുള്ളത്. അവർ 3 പേര് കൂടി തിരിച്ച് പരാതി കൊടുത്ത് പൂച്ചാക്കൽ സ്റ്റേഷനിൽ നിന്ന് മടങ്ങി പോകുന്ന സമയത്താണ് ഇവരെ ഷൈജുവും ചില ഗുണ്ടകളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള പരാതിയാണ്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ നിലാവ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നിലാവിനെ വലിയ രീതിയിൽ നടു റോഡിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചു. നാഭിക്കടക്കം ചവിട്ടി. പിന്നീട് തുറവൂർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോഴും ആശുപത്രി ചികിത്സയിലാണ്. വായിൽ നിന്നും രക്തമടക്കം, നിലാവിന്റെ വായിൽ നിന്ന് രക്തമടക്കം വരുന്ന രീതിയിലേക്ക് എത്തി. അങ്ങനെ ഒരു പെൺകുട്ടിയെ, 19 വയസ്സുള്ള പെൺകുട്ടിയെ ഈ ഷൈജുവും മറ്റു സുഹൃത്തുക്കളും, ഗുണ്ടകളാണെന്ന് ആരോപിക്കുന്ന സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ ഇവർ 3 പേരെ ഷൈജുവും ഷൈജുവിന്റെ കുടുംബവും ഈ തൈക്കാട്ടുശ്ശേരി ചേർത്തല റോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും ഈ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിട്ടും പൂച്ചാക്കൽ പോലീസ് ഇതുവരെയും പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്നാണ്. ദൃശ്യങ്ങളടക്കം വന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അത്തരത്തിലും ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. പിറന്നാൾ ആഘോഷത്തിനിടെ പന്തയം വെച്ച് ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ 17-കാരന് ദാരുണാന്ത്യം. ഇടപ്പള്ളി സ്വദേശി ആന്റണി ജോസാണ് മരിച്ചത്. അശ്വിൻ പാലാഴി ഇപ്പോൾ
ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, അത് വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവിച്ചത് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്? ദൃക്സാക്ഷികളുണ്ടോ ഈ സംഭവത്തിന് അശ്വിൻ? ഉന്മേഷ്, വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇടപ്പള്ളി സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ കുട്ടികൾ ആദ്യമായി പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി എത്തുന്നത്. ആദ്യഘട്ടത്തിൽ രാവിലെ ഇവിടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ചില ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ രാവിലെ ഇടപ്പള്ളി സ്റ്റേഷൻ സമീപത്ത് ഒരു മരം വീണ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിലെ വൈദ്യുതി ലൈനുകളെല്ലാം ആദ്യഘട്ടത്തിൽ ഓഫാക്കിയിരുന്നു. അപ്പോൾ ഈ കുട്ടി, അതായത് മരിച്ച ആന്റണി ജോസഫ് എന്ന് പറയുന്ന കുട്ടി ട്രെയിനിന് മുകളിൽ കയറി, രാവിലെ ഇങ്ങനെ കയറിയാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടത് എന്ന് കൂട്ടുകാരോട് അവകാശപ്പെട്ടിരുന്നു. അത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ ശേഷം ഇവർ വീണ്ടും കൂട്ടുകാർക്കൊപ്പം ഇവിടെ എത്തി. ഈ കൂട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ കൂട്ടുകാർ വിശ്വസിച്ചില്ല. പിന്നീടാണ് കൂട്ടുകാർ ഈ ബെറ്റ് വെക്കുന്നത്. വീണ്ടും ഈ ട്രെയിനിന് മുകളിൽ കയറുകയാണ്, കയറി കാണിക്കണം എന്നുള്ള ഒരു വാശിയിലേക്ക് അവർ എത്തുന്നതും അങ്ങനെ ഒരു പന്തയത്തിലേക്ക് കടക്കുന്നതും. അങ്ങനെയാണ് അവർ വൈകുന്നേരം കൂട്ടുകാരുമൊത്ത ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് ആന്റണി ജോസഫും കൂട്ടുകാരും എത്തുന്നത്. അങ്ങനെ പിറന്നാൾ ആഘോഷം, ഇവിടെ കേക്ക് മുറിക്കലും മറ്റാഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിലേക്ക് ആന്റണി ജോസഫ് ഈ പന്തയം വെച്ചതിന്റെ ഭാഗമായി ഇതിന് മുകളിലേക്ക് കയറുകയായിരുന്നു. പക്ഷേ രാവിലെ ആന്റണി ജോസഫ് കയറിയപ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. വൈകുന്നേരത്തെ ആയപ്പോഴത്തേക്ക് മരമെല്ലാം മുറിച്ചു കളഞ്ഞ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അമിത തോതിൽ വന്നിരുന്ന വൈദ്യുതി ഏറ്റ് ഈ ആന്റണി ജോസഫ് ആ ട്രെയിനിന് മുകളിൽ കുടുങ്ങുന്നത്. അപ്പോൾ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും സമീപത്ത് റെയിൽവേ പോലീസിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവിടേക്ക് എത്തുകയും ആന്റണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ 85% മുകളിലാണ് ആന്റണി ജോസഫിന് ഏറ്റ പൊള്ളൽ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ആദ്യം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ പൊള്ളൽ വിദഗ്ധ ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ 7:30 മരണം സ്ഥിരീകരിച്ചു. എന്തായാലും ഈ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെ ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ വിദേശത്തേക്കടക്കം പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്ന് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവരുടെ 4 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച ആന്റണി ജോസഫിന്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം നാളെയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എളമക്കര പോലീസ് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ, ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഈ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ, അതിന് മുകളിലേക്ക് ആ കുട്ടി കയറണമെങ്കിൽ അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അശ്വിൻ. എന്താണ് മനസ്സിലാക്കുന്നത്? അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിലാണ് 17-കാരൻ കയറിയത്. ഗുരുതരമായി പൊള്ളലേൽക്കുന്നത്. 85% മുകളിൽ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ ചതുപ്പിൽ വീണ കാട്ടാന ചെരിഞ്ഞു. വനമേഖലയോട് ചേർന്ന് കൃഷിയിടത്തിലാണ് ആന ചെളിയിൽ പൂണ്ടത്. ചെരിഞ്ഞത് മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ആനയെന്ന് നാട്ടുകാർ പറഞ്ഞു. വനത്തോട് ചേർന്ന് കിടക്കുന്ന തേൻവയൽ പ്രദേശത്ത് കാട്ടാനശല്യം നിരന്തരമായുണ്ട്. ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് ചെളിയിൽ മുഖം പൂണ്ടുപോയ നിലയിൽ ആനയെ കണ്ടത്. കൊമ്പുകൾ ചെളിയിൽ താഴ്ന്നിരുന്നു. നാട്ടുകാർ വനവകുപ്പിനെ വിവരമറിയിച്ചു. ഫോറസ്റ്റിന്റെ ഉള്ളിൽ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് നേരെ നാട്ടിലേക്ക് ഇറങ്ങി തോന്നും. എന്ത് കൃഷി കണ്ടു കഴിഞ്ഞാലും ചവിട്ടി നശിപ്പിച്ച് കുറെ തിന്ന് നാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഡല്ലൂർ നഗരസഭയിലെ പുത്തൂർ വയൽ, മാർത്തോമ നഗർ, തോരപ്പള്ളി, മൂലപ്പള്ളി പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ യോഗം ചേർന്നിരുന്നു. ചരിഞ്ഞ ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. 24 വയനാട്. വയനാട് കേണിച്ചിറയിൽ നിന്ന് പിടികൂടിയ തോൽപ്പെട്ടി 17 എന്ന കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. ആരോഗ്യസ്ഥിതി മോശമായ കടുവയ്ക്ക് 21 ദിവസം വിദഗ്ധ ചികിത്സ നൽകും. കഴിഞ്ഞ മാസം 23-നാണ് കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായത്. ആരോഗ്യസ്ഥിതി മോശമായ തോൽപ്പെട്ടി 17ന്റെ അവസ്ഥ മെച്ചപ്പെട്ട ശേഷമാണ് ഇന്നലെ രാത്രി വനംവകുപ്പിന്റെ അനിമൽ ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കാട്ടിലേക്ക് തിരികെ വിടാൻ കഴിയില്ല.
കടുവയെ 21 ദിവസം മൃഗശാലയിലെ പ്രത്യേക കൂട്ടിൽ നിരീക്ഷിച്ച് ചികിത്സ നൽകും. അതിന് 21 ദിവസത്തെ ക്വാറന്റൈനിലായിരിക്കും സൂക്ഷിക്കുക. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയിലായിരിക്കും അതിനെ 21 ദിവസം കീപ്പ് ചെയ്യുക. അതിനുശേഷം നോർമൽ കേജിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ അതിനുശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കി ഹെൽത്ത് സ്റ്റേറ്റസ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സമയത്ത് അതിന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് എക്സാമിനേഷൻസ് ചെയ്യാൻ കഴിയും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റും. നിലവിൽ കൂട്ടിൽ ഫാനും കൂളർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തോൽപ്പെട്ടി 17 കൂടാതെ 2 ബംഗാൾ കടുവകളും 2 വെള്ളക്കടുവകളുമാണ് നിലവിൽ തിരുവനന്തപുരം മൃഗശാലയിലുള്ളത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വി എ ഗിരീഷ് അറിയിക്കുന്നുണ്ട്, +1 പ്രവേശനത്തിന്റെ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നാളെ രാവിലെ മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാം. മറ്റന്നാൾ വൈകിട്ട് വരെയാണ് പ്രവേശനം നേടാനുള്ള സമയമെന്ന് വി എ ഗിരീഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അറിയിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വയോധികനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് അക്രമി സംഘത്തെ പ്രകോപിപ്പിച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്താണ് സംഭവം? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേക്കരി കല്ലുവിളയിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബൈക്കിലെത്തിയ സംഘം ഒരു വയോധികനെ അവിടെ ഈ സംഘം അസഭ്യം വിളിച്ചു. അത് കേട്ട് സമീപത്തുള്ള വീട്ടുകാർ എന്തിനാണ് അദ്ദേഹത്തെ അസഭ്യം വിളിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സംഘത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ ഈ യുവാക്കൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇവർ ഒരു സംഘമായി, ഒരു 10ഓളം പേർ വരുന്ന സംഘമായി തിരിച്ചെത്തുകയും അതിനുശേഷം ഈ ചോദ്യം ചെയ്തവരെ, ഈ വയോധികനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തവരെ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. മാരകായുധങ്ങൾ ഉൾപ്പെടെ എത്തിയാണ് ഇവർ ഇത്തരത്തിൽ അക്രമം അഴിച്ചു വിട്ടത് എന്നുള്ളതാണ് ഇവരുടെ പരാതി. ജോണി എന്ന 51കാരന് തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അനുജനായ ജോബിയെയും മർദ്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല പിടിച്ചു മാറ്റാനെത്തിയ 3 പേരെയും ഈ അക്രമി സംഘം മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. നിലവിൽ 5 പേരും തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് വീണ്ടും ഗുണ്ടാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗുണ്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട BSP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പെരമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് മൃതദേഹം എത്തിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വില്ലിവാക്കം പുത്തൂരിലെ സ്വകാര്യ ഭൂമിയിലാണ് സംസ്കാരം. BSP ദേശീയ അധ്യക്ഷ മായാവതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ആംസ്ട്രോങ്ങിന് ആദരാഞ്ജലി അർപ്പിച്ചു. 4 മണിയോടെയാണ് പെരമ്പൂരിൽ നിന്നും വിലാപയാത്ര ആരംഭിച്ചത്. പെരമ്പൂരിലെ BSP ഓഫീസിനോട് ചേർന്ന് മൃതദേഹം സംസ്കരിക്കണമെന്ന ആംസ്ട്രോങ്ങിന്റെ ഭാര്യ പൊർക്കൊടിയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വില്ലിവാക്കത്ത് മൃതദേഹം സംസ്കരിക്കുമെന്ന് ഹർജിക്കാരി കോടതിയെ അറിയിച്ചത്. 3 തവണയാണ് ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിച്ചത്. BSP ദേശീയ അധ്യക്ഷ മായാവതി, വിടുതലൈ സിരുത്തെ കക്ഷി അധ്യക്ഷൻ തിരുമാവളവൻ, കോൺഗ്രസ് തമിഴ്നാട് അധ്യക്ഷൻ സെൽവ പെരുന്താഗൈ തുടങ്ങി നിരവധി പ്രമുഖർ ആംസ്ട്രോങ്ങിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കേസ് CBIക്ക് കൈമാറണമെന്നും തമിഴ്നാട്ടിൽ ക്രമസമാധാനം പുലരാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും മായാവതി. जिस तरीके से हमारे स्टेट के प्रेसिडेंट की हत्या की गई है उनके घर के बाहर, तो उससे ऐसा लगता है कि आपके तमिलनाडु स्टेट में कानून व्यवस्था नाम की कोई चीज नहीं है. കേസിൽ പിടിയിലായ 8 പേരെയും എഗ്മോർ കോടതി റിമാൻഡ് ചെയ്തു. ഗുണ്ടാപ്പകയാണ് അക്രമത്തിന് പിന്നിലെന്ന് കേസ് അന്വേഷിക്കുന്ന അഡീഷണൽ കമ്മീഷണർ അസ്ര ഗാർഗ് ആവർത്തിച്ചു. 24 ചെന്നൈ. ഹാത്രസ് ദുരന്തത്തിൽ വിവാദാൾ ദൈവം ഭോലെ ബാബയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനൊരുങ്ങി പോലീസ്. ഭോലെ ബാബയുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചെന്നാണ് കണ്ടെത്തൽ. ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് രാഹുൽ ഗാന്ധി കത്തയച്ചു. ഹാത്രസ് ദുരന്തത്തിന് ഉത്തരവാദികളായ ആൾദൈവം ഭോലെ ബാബയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തി. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണ്. കേസിൽ അറസ്റ്റിലായ സത്സംഗ് സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ, കോൾ റെക്കോർഡുകൾ എന്നിവ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. ദുരിതബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടു. ഹാത്രസ് ദുരന്തത്തിനു പിന്നാലെ വ്യാജ സന്യാസിമാർക്കെതിരെ അഖില ഭാരതീയ അഖാഡ പരിഷത്ത് രംഗത്തെത്തി. വ്യാജന്മാരെ നിയന്ത്രിക്കുന്നതിന് ഈ മാസം 18 ചേരുന്ന അഖാഡ പരിഷത്ത് യോഗത്തിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കും. 24 ഡൽഹി.
നീറ്റ് UG കൗൺസിലിംഗ് ഈ മാസം അവസാനത്തോടെയെന്ന് സൂചന. തീയതി ഉടൻ പ്രഖ്യാപിക്കും. പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാൻ ഇരിക്കെയാണ് കൗൺസിലിംഗ് മാറ്റിവെച്ചെന്ന വിവാദമുണ്ടായത്. എന്നാൽ കൗൺസിലിംഗിന് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിവാദത്തിന് പിന്നാലെ കൗൺസിലിംഗ് ഈ മാസം അവസാനത്തോടെ ആരംഭിക്കാൻ നീക്കം തുടങ്ങി. ദേശീയ മെഡിക്കൽ കമ്മീഷന് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നതാണ് നടപടികൾ വൈകിയതിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പുതിയ കോളേജുകളിലടക്കം സീറ്റ് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 20-നാണ് കൗൺസിലിംഗ് നടന്നതെന്നും ന്യായീകരണമായി ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള ഒരു കൂട്ടം ഹർജികളാണ് നാളെ സുപ്രീംകോടതി പരിഗണിക്കുക. പരീക്ഷ റദ്ദാക്കാൻ ആവശ്യപ്പെട്ടാണ് ഭൂരിഭാഗം ഹർജികളും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരുമുണ്ട്. നീറ്റ് കൗൺസിലിംഗ് നിർത്തിവെക്കേണ്ടതുണ്ടോ എന്നതിൽ സുപ്രീംകോടതി നാളെ തീരുമാനമറിയിക്കും. 24 ഡൽഹി. അഗ്നിപഥ് പദ്ധതിയിൽ ഘടനാപരമായ മാറ്റത്തിനാലോചിച്ച് കേന്ദ്ര സർക്കാർ. ഘടകകക്ഷികളുടെ ആശങ്ക കണക്കിലെടുത്താണ് തീരുമാനം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 നിന്ന് 23 വയസ്സാക്കി ഉയർത്തും. അഗ്നിപഥ് പദ്ധതിയിൽ മാറ്റമെന്ന നിർദ്ദേശം ഒടുവിൽ കേന്ദ്രം അംഗീകരിക്കുകയാണ്. അടിസ്ഥാനപരമായ ചില മാറ്റങ്ങളാകും സേനയുടെ നിർദ്ദേശപ്രകാരം നടപ്പാക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട BJPയുടെ ഘടകകക്ഷികൾക്കടക്കമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. ഇത് ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളാകും നടപ്പാക്കുക. 4 വർഷത്തിന് ശേഷം 25% അഗ്നിവീറുകളെ സേനയിലെടുക്കുകയാണ് ഇപ്പോഴത്തെ രീതി. ഇതിനു പകരം 50% പേരെ ഉൾപ്പെടുത്തുക എന്നതാണ് പരിഗണനയിലുള്ള പ്രധാന നിർദ്ദേശം. അഗ്നിവീർ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 നിന്ന് 23 ഉയർത്തും. ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ വഴിയൊരുക്കുന്നതാകും മറ്റൊരു തീരുമാനം. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഉത്തരാഖണ്ഡിലെ ചമോലി ബദ്രീനാഥ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം സ്തംഭിച്ചു. ആളപായമില്ല. കനത്ത മഴയെ തുടർന്ന് 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. അതിശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിൽ നിരവധി മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് രാവിലെയാണ് ചമോലി ബദ്രീനാഥ് ദേശീയപാതയിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായത്. വലിയ പാറക്കെട്ടുകളടക്കം റോഡിൽ പതിച്ചു. മേഖലയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴ കണക്കിലെടുത്ത് കുമയോൺ, ചമോലി, പൗരി, രുദ്രപ്രയാഗ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിലും മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് രൂക്ഷമാണ്. അസമിലെ മഴക്കെടുതി 29 ജില്ലകളിലെ 24 ലക്ഷം ആളുകളെയാണ് ബാധിച്ചത്. 5 ലക്ഷത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. മഴക്കെടുതിയിൽ ഇന്നലെ 6 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 58 യുദ്ധകാലാടിസ്ഥാനത്തിലാണ് NDRF സംഘം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സംസ്ഥാനത്തെ പല നദികളും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. 24 ഡൽഹി. SFIയെ കടന്നാക്രമിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി CPIM. SFIയുടെ പ്രതികരണത്തിന് പിന്നാലെ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം MPയും ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്തെത്തി. സ്ഥാനത്തിന് ചേർന്ന വിമർശനമാണോ എന്ന് ആത്മപരിശോധന നടത്തണമെന്ന് A. റഹീം ആവശ്യപ്പെട്ടു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ബിനോയ് വിശ്വം SFIയെ വിമർശിച്ചത്. SFI തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷ ഐക്യം തകരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. കൂടുതൽ CPIM നേതാക്കൾ ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്തെത്തുകയാണ്. വസ്തുതാപരവും ക്രിയാത്മകവുമായി വേണം അഭിപ്രായം പറയേണ്ടതെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം തുറന്നടിച്ചു. ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക്, അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്നൊരു പദവിയിലാണല്ലോ, അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു. പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണ്ടേ? അത് വസ്തുതാപരമായത് ശരിയല്ല ആ പറഞ്ഞ കാര്യങ്ങൾ. ബിനോയ് വിശ്വവുമായി ഒരു ഏറ്റുമുട്ടലില്ലെന്നും A. റഹീം. ഇത് ആത്യന്തികമായി ഒരു കറക്റ്റീവ് മെക്കാനിസം എന്ന നിലയിലാണോ ഇന്നത്തെ സമൂഹത്തിൽ വരുന്നത്? അതേ ഇടതുപക്ഷം തമ്മിൽ വലിയ അഭിപ്രായ അനൈക്യമുണ്ട്, ഇടതുപക്ഷം മോശമാണ് എന്ന ഔട്ട്പുട്ടാണോ ഉണ്ടാക്കിയത്? ഇത് ശക്തമായി അതിന് മറുപടി പറയാൻ
ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ പറയില്ലേ? പറയുമല്ലോ, പറയാനറിയാലോ. അറിയാത്ത ആളല്ലല്ലോ. DYFIക്ക് അറിയില്ലേ? എന്താ പറയാത്തേ? ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഷാർപ്പായ സമീപനം എടുത്താൽ, ഒരു വാക്പയറ്റിലേക്ക് പോയാൽ, ഒരു വാക്യുദ്ധത്തിലേക്ക് പോയാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു നേരത്തെ AK ബാലന്റെ പ്രതികരണം. LDFന്റെ ചെറിയ തോൽവിയിൽ പോലും ചിലർ പ്രതിച്ഛായ കച്ചവടത്തിനിറങ്ങിയെന്ന ബിനോയ് വിശ്വത്തെ NN കൃഷ്ണദാസും പരിഹസിച്ചിരുന്നു. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ കാപ്പ പ്രതിയായ ശരൺ ചന്ദ്രനെ CPM കൂടെ കൂട്ടിയത് കേസ് ഒഴിവാക്കാമെന്ന വാഗ്ദാനത്തിലാണെന്ന് BJP. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ BJP മാറ്റി നിർത്തിയ ആളാണ് ശരൺ. പാർട്ടിക്ക് വേണ്ടിയല്ല ശരൺ ചന്ദ്രൻ കേസിൽപ്പെട്ടതെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജിന്റെ വിശദീകരണം. കാപ്പ പ്രതിക്ക് സ്വീകരണം നൽകിയത് വിവാദമായപ്പോൾ ശരണെതിരായ കേസുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിലുള്ളതാണെന്നാണ് CPIM ന്യായീകരിച്ചത്. എന്നാൽ ശരൺ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും കേസുകളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ്. പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അയാൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തുടക്കത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത്തരത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയും നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. ശരണിനെ BJP അകറ്റി നിർത്തിയിരുന്നു. കാപ്പ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാമെന്നാണ് CPIM ശരണിന് നൽകിയ ഉറപ്പെന്നും സൂരജ്. ഇപ്പോൾ കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളെന്ന രീതിയിൽ അയാളെ ഇപ്പോൾ ആ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് CPM നേതൃത്വം പറഞ്ഞുകൊണ്ടാണ് CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും അടക്കം അയാളെ പാർട്ടിയിലേക്ക് ചേർത്തിരിക്കുന്നു. കാപ്പ പ്രതിയെ സ്വീകരിച്ച CPIM നേതാക്കളെ പോലെ തന്നെ അയാൾ ഇത്രയും കാലം സംരക്ഷിച്ച BJPയും വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. 24 പത്തനംതിട്ട. ചില വാർത്തകൾ ചുരുക്കത്തിൽ. രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനായി തുടരും. രോഹിത് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ നയിക്കുമെന്ന് BCCI സെക്രട്ടറി ജയ്ഷാ. തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഡൽഹി പോലീസ് FIR ഇട്ടു. നടപടി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതി. പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ തുറന്ന പോരിന് കേന്ദ്രം. രാജ്ഭവനെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കും DCPക്കുമെതിരെ നടപടിക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബസിന് നേരെ വടിവാൾ വീശി ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. വലിയപറമ്പ് സ്വദേശി ഷംസുദ്ദീൻ പിടിയിലായത് ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ. കൊച്ചിയിൽ മയക്കുമരുന്ന് വിറ്റതിന് മെഡിക്കൽ സ്റ്റോർ ഉടമ പിടിയിൽ. പാലരിവട്ടം മാമംഗലം സ്വദേശി മുഹമ്മദ് അമാനാണ് പിടിയിലായത്. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ നിയമം ലംഘിച്ചുള്ള യാത്ര തുടരുന്നു. ആനച്ചാൽ 2ാം മൈൽ റോഡിലൂടെ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾ. മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. ആലുവയിൽ യുവാക്കളുടെ കൂട്ടത്തല്ല്. ആലുവ പട്ടേരിപ്പുറത്ത് യുവാക്കൾ സംഘം ചേർന്ന് ഏറ്റുമുട്ടി. ദൃശ്യങ്ങൾ 24. മലബാർ റിവർ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചുള്ള മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് പുലിക്കയത്ത് നടന്ന പരിപാടിയിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസാണ് അവാർഡുകൾ സമ്മാനിച്ചത്. മികച്ച റിപ്പോർട്ടർക്കുള്ള മൊമന്റോയും ക്യാഷ് അവാർഡും 24 കോഴിക്കോട് പ്രതിനിധികളായ രാഹുൽ സുരേഷും ദീപക് ധർമ്മടവും ഏറ്റുവാങ്ങി. കേരള ടൂറിസം വകുപ്പും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്നാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണത്തോട് ഒപ്പം നടന്നു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു.